രമേശ് കോഴിക്കോട് നിന്ന് തുടരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിഖിലിലേക്ക് എത്താം. നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ആൻമരിയ സണ്ണി ഉണ്ട് അവിടെ. അവസാന നിമിഷങ്ങളിലേക്ക് മത്സരം പോവുകയാണ്. ഇനി 4 വിക്കറ്റുകൾ കൂടി മാത്രം മതി ഇന്ത്യക്കൊരു വിജയം ഉറപ്പിക്കാൻ. ഇപ്പോൾ കൊച്ചിയിലെ ആ ഒരു വൈബ് എങ്ങനെയാണ്? ആവേശത്തിന് ഒട്ടും കുറവില്ല. കാരണം ഏറെക്കുറെ പ്രതീക്ഷയിൽ തന്നെയാണ്, ഏറെക്കുറെയൊന്നും തന്നെയല്ല, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ആ ആവേശത്തിന് ഒരു കുറവുമില്ല. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അനായാസം ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വിക്കറ്റുകൾ ഇവിടെ എറിഞ്ഞു വീഴ്ത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ 13 ഓവറിലേക്ക് കിടക്കുമ്പോൾ 128 റൺസാണ് എടുത്തിരിക്കുന്നത്, അതും 6 വിക്കറ്റിൽ എടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യ ജയിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി ആരാധകനുണ്ട്. ജയിക്കില്ലേ? ഇന്ത്യ കപ്പടിക്കും. സഞ്ജുവിന്റെ ആരാധകനാണോ? സഞ്ജു നന്നായി കളിച്ചോ? ഒരു ആവേശം വരട്ടെ. ജയിക്കും. അത് ഉറക്കം തന്നെ പറഞ്ഞു. ചേച്ചിയുടെ മക്കളുടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ ചേച്ചി നമ്മളെ കൈ പൊക്കി കളിച്ചു. ചേച്ചി എങ്ങനെയുണ്ട്? മുൻപിലൊക്കെ ഇരുന്ന് കളി കാണുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട്? ഇതിപ്പോ നമുക്ക് കിട്ടുമല്ലോ, ഉറപ്പാണ്. അതെ, സിമ്പിൾ ആയിട്ട് കിട്ടും. സഞ്ജുവിന്റെ കളി ഉണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷ അടിപൊളിയായിരുന്നു. പക്ഷെ സെഞ്ചുറി അടിക്കുന്നു വിചാരിച്ചു, പറ്റിയില്ല. ആ ഒരു വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട്? ഉറപ്പായിട്ട് ജയിക്കും. സഞ്ജു അനായാസം എടുക്കാവുന്നതുള്ളൂ. സഞ്ജു മാൻ ഓഫ് ദ സീരീസ് അങ്ങനെ എല്ലാം കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. സഞ്ജു തന്നെയാണ് കളിയിലെ തരി. കുട്ടി ആരാധകരെ കൊണ്ട് നമുക്കൊരു രക്ഷയില്ലാത്ത രീതിയിലാണ്. എവിടെ നോക്കിയാലും അവരാണ്. ഹലോ, ഇന്ത്യ ജയിക്കില്ലേ? ജയിക്കണം. ജയിക്കോ? എന്താ തോന്നുന്നേ? ആണോ? എന്നാ ഒന്ന് ഞാൻ വിളിക്കുമ്പോ കൂടെ ഇന്ത്യ എന്ന് വെക്കോ? ഇന്ത്യ ഇന്ത്യ അത് തന്നെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആരാധകരുണ്ട്. കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്, കുറെ ചേട്ടന്മാരും ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ ഒന്ന് പോകാം. അവിടെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് കളി കാണുന്നു. ഒരു ടെൻഷനും ഇല്ല. കാരണം അനായാസം ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ജയിക്കില്ലേ? 10:30 മുമ്പ് നമ്മൾ ജയിക്കും. ചെറിയൊരു ടൈറ്റ് ആയി പോലെ തോന്നുന്നുണ്ടോ? ആദ്യത്തെ അവർ അടി കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് ചെറിയായിട്ടൊന്ന് പതറിയായിരുന്നു. ഒരു പതർച്ചയില്ല. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇത്തവണ കപ്പ് അത് ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരിക്കും. നമ്മളെ ചേട്ടന്മാർ ആ കപ്പ് തൂക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കൊച്ചി മുഴുവൻ വൈബാണ്. വൈബല്ലേ? തീർച്ചയായിട്ടും ജയിക്കും. സഞ്ജുവിന്റെ കളി അടിപൊളിയാണ്. നല്ല ഫോം എല്ലാവരും കളിച്ച് ഇറങ്ങിയവരെല്ലാവരും നന്നായി. നമ്മുടെ ബാറ്റേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് കളിച്ച് എക്സെപ്റ്റ് സൂര്യകുമാർ. ബാക്കി എല്ലാം അടിപൊളിയായിട്ട് കളിച്ച്. അത് തന്നെയാണ്. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് പോകുന്നത്. എല്ലാവരും അടുത്ത വിക്കറ്റ് എപ്പോ വീഴും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ്. പെട്ടെന്ന് തന്നെ വീഴുവാണെങ്കിൽ അത്രയും സന്തോഷം എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ എല്ലാവരും നിൽക്കുന്നില്ല. പ്രത്യേകിച്ചായിട്ട് ഒന്നും നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല. കൊച്ചിക്കാർ മുഴുവനായിട്ട് പറയുന്നു, ഇന്ത്യക്കാർ മുഴുവനായിട്ട് പറയുന്നു, ഈ കപ്പ് അത് ഇന്ത്യക്കുള്ളതാണ്, നമ്മുടെ ചേട്ടന്മാർക്കുള്ളതാണ്, നമ്മുടെ സഞ്ജു സാംസൺ ഉള്ളതാണ് എന്ന് എടുത്തു പറയുകയാണ്. ആവേശത്തിന് ഒട്ടും കുറവില്ല. അതില്ല. അതെ, സഞ്ജുവിന് വേണ്ടി കൂടിയാണ് ഈ മലയാളികൾ ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയം ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകകപ്പിന്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ ടീമിന്റെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായിരുന്നു, ഓപ്പണറായിരുന്നു സഞ്ജു. പക്ഷേ ഈ തൊട്ടു മുൻപുള്ള ന്യൂസിലൻഡിനെതിരായ പരമ്പര, അതിലെ മോശം ഫോം, മോശം പ്രകടനം സഞ്ജുവിനെ പ്ലേയിങ് 11-ലെ സ്ഥാനം നഷ്ടമാക്കിയിരുന്നു. ഇപ്പോൾ അതേ ന്യൂസിലൻഡിനെതിരെ അതേ അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മികച്ചൊരു പ്രകടനം നടത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ ലോകകപ്പിന്റെ തന്നെ താരമായേക്കാം സഞ്ജു എന്ന നിലയിലെ പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസൺ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ നിരാശകളും അകറ്റിക്കൊണ്ടൊരു ശക്തമായ തിരിച്ചുവരവ് വന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.